നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. പാനൂർ പ്രാണിക് ഹീലിംഗ് സെന്ററിന്റെ നേതൃത്വത്തിൽ പി.കെ. പ്രവീൺ എം.എൽ.എക്കുള്ള ആദരവും ഭക്ഷ്യധാന്യ കിറ്റ് വിതരണവും സുമംഗലി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. ടി. രവീന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പാനൂർ പ്രാണിക് ഹീലിംഗ് സെന്ററിന്റെ നേതൃത്വത്തിൽ പി.കെ. പ്രവീൺ എം.എൽ.എക്കുള്ള ആദരവും ഭക്ഷ്യദാന കിറ്റ് വിതരണവും പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. ചടങ്ങിൽ പ്രാണിക് ഹീലിംഗ് ട്രെയിനർ ടി. രവീന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഞങ്ങളുടെ ഗുരുനാഥൻ ഗ്രേഡ് മാസ്റ്റർ ചോക്സ്ഫോയുടെ പാഠ്യ പദ്ധതികൾ, പഠനങ്ങൾ, പരിശീലനങ്ങൾ അത് ജനങ്ങളിൽ എത്തിക്കുക. രണ്ടാമത്, നമ്മുടെ സമൂഹത്തിന് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന ഒരു സംഭവമാണ് ധ്യാനം, മെഡിറ്റേഷൻ. ആ മെഡിറ്റേഷൻ ശരിയായ രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു സ്ഥലം, ഒരു രൂപം ഉണ്ടാക്കുക, ശരിയായ രീതിയിൽ മെഡിറ്റേഷൻ പഠിപ്പിക്കുക, അതാണ് രണ്ടാമത്തെ ഉദ്ദേശം. മൂന്നാമതായിട്ട്, നമ്മുടെ ചുറ്റുപാട് കാണുന്ന പ്രയാസം അനുഭവിക്കുന്നവരെ കഴിയുന്നത് പോലെ പ്രാണിക് ഹീലേഴ്സിന് പ്രത്യേകിച്ചും സഹായിക്കാനൊരു അവസരം ഉണ്ടാക്കുക. പാനൂർ പ്രസ് ഫോറം പ്രസിഡന്റ് കെ. സജീവ് കുമാർ, വി. അരവിന്ദൻ മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിന് ഇ. സുരേഷ് ബാബു സ്വാഗതവും ഷാജി കോറോത്ത് നന്ദിയും പറഞ്ഞു. നമ്മുടെ പ്രിയങ്കരനായ എം.എൽ.എ. ശ്രീ പി.കെ. പ്രവീണിന് ഒരു അനുമോദന ചടങ്ങ് കൂടി ഈ ഒരു അവസരത്തിൽ നൽകാൻ വേണ്ടി പ്രാണിക് ഹീലിംഗ് സെന്റർ തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാണിക് ഹീലേഴ്സ് ഈ പാനൂരിലെ പ്രാണിക് സെന്റർ എന്ന് അടുത്തറിയാൻ കഴിഞ്ഞ ഒരാളെന്ന നിലയിൽ എനിക്ക് വിലയിരുത്താൻ കഴിയും. രവീന്ദ്രൻ മാസ്റ്റർ എന്ന് നമുക്ക് പറയാം. ഏതാണ്ട് 16 വർഷക്കാലമായി പ്രാണിക് ഹീലിംഗ് സെന്റർ ഇവിടെ വളരെ നല്ല രീതിയിൽ, അത് വെറുമൊരു വാക്കല്ല, നേരിട്ട് അറിയുന്നതെന്ന് പറയുകയാണ്, വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും രോഗ വരുന്ന ആൾക്കാർക്ക്, താല്പര്യമുള്ളവർക്ക് രോഗശാന്തി വരുത്തുവാനും അതോടൊപ്പം ധ്യാന പ്രവർത്തനങ്ങളും. പ്രാണിക് ഹീലിംഗിന്റെ ഒരു വക്താവാണ് എന്ന് യഥാർത്ഥത്തിൽ എനിക്കറിയുകയാണ്. ഇങ്ങനൊരു പ്രോഗ്രാം ഉണ്ട്, ഇത് പങ്കെടുക്കണം. ഒപ്പം ആംബോൾഡ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സമാന അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് അർഹത എത്തിക്കുന്ന ഒരു പ്രവർത്തനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ രോഗങ്ങൾ ഏത് വഴിയിൽ നിന്നാണ് വരാത്തത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അതിൽ പെട്ടുകൊണ്ട് പല കുടുംബങ്ങളും അവരുടേതായ സാമ്പത്തിക പ്രശ്നങ്ങൾ തകരുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഇതേപോലത്തെ പ്രാണിക് ഹീലിംഗ് പോലത്തെ ചികിത്സാ രംഗത്തുള്ളവർ സാമൂഹ്യ സേവന രംഗത്തിലേക്ക് വരുന്നത് ഏറ്റവും സുദീർഘമായ ഒരു കാര്യമാണ് നടപ്പിലാക്കുന്നത്. ഇതേപോലത്തെ കാര്യങ്ങൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് കാലഘട്ടത്തിനനുസരിച്ച് ഇന്ന് സംസ്ഥാനത്തും നാട്ടിലും രാജ്യത്തും രോഗങ്ങൾ മൂർജിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. ചിലപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാതെ ഡോക്ടറെ എഴുതിയ പ്രിസ്ക്രിപ്ഷന്റെ മരുന്ന് പോലും വാങ്ങാൻ പറ്റാത്ത എത്രയോ അധികം ആളുകൾ ചികിത്സ ലഭിക്കാതെ തുറന്നു പറയാത്ത രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്. ചടങ്ങിൽ വെച്ച് 50ഓളം വൃക്ക ക്യാൻസർ രോഗികൾക്കാണ് ഭക്ഷ്യദാന കിറ്റുകൾ വിതരണം ചെയ്തത്. ചടങ്ങിന്റെ ഭാഗമായി COA സംസ്ഥാന കമ്മിറ്റി അംഗം വി. ജയകൃഷ്ണൻ, KP ശിവപ്രസാദ് എന്നിവർ അഭ്യു1 പദ്ധതി വിശദീകരണവും നടത്തി.
സമഗ്ര ന്യൂസ് പനൂർ.